റഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ് ശംസാണ് നബി. എല്ലാവരും ചൊല്ല് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയിടല്ല. ഇവനൊരു തൗബ തരുമോ, ഇവനൊരു തൗബ തരുമോ യാ ഷഫീ അല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ്. നരകത്തിലെറിയും പേടിക്കൊണ്ടാണ് മദ്ഹാൽ പൊറുക്കാത്ത, മദ്ഹാൽ പൊറുക്കാത്ത പിശകളില്ല. മലരിൻ മദദിന് പരിധിയില്ല. മദ്ഹിൽ ഹരം പൂണ്ട, മദ്ഹിൽ ഹരം പൂണ്ട ഫഖീറാനല്ലാഹ്. മദനി ഫുതുഹാത്തിൽ ചൊരിഞ്ഞിടല്ലാഹ്. ചൊല്ലു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നൂറുൽ ഹുദാ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്, നൂറുൽ ഹുദാ മജ്ലിസിനെ ഏറ്റെടുക്കണേ അല്ലാഹ്, നൂറുൽ ഹുദാ മജ്ലിസിലെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, പലരും പല ഉദ്ദേശം വെച്ച് വരുന്നവരാണല്ലാഹ്, പലരുടെയും മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണല്ലാഹ്. എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ജഗനിയന്താവായ അല്ലാഹ്, ഞങ്ങളെ മനസ്സ് നീ കാണണേ അല്ലാഹ്, ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്, ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഈമാനോടെ മദീനയിലേക്ക്, ഈമാനോടെ മദീനയിലേക്ക് ചൊല്ലന്റെ കൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക
അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ മദീനയിലെ നേതാവിലേക്ക് കാണിക്കണേ അല്ലാഹ്. ആ പുണ്യപ്പിറവി അല്ലാഹുവേ സംഭവിച്ച മാസത്തിലാണ് ഞങ്ങള് അല്ലാഹുവേ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുന്നത്. അല്ലാഹുവേ നീ ഞങ്ങളെ തട്ടൂല, ഞങ്ങളെ നീ മടക്കൂല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളെ കൈകൾ നിന്നിലേക്ക് ഉയരുന്നത്. അല്ലാ വെറുതെയാക്കല്ലേ നാദാ, ഞങ്ങളെ സദസ്സ് വെറുതെയാക്കല്ലേ നാദാ, ഞങ്ങളെ സദസ്സ് വെറുതെയാക്കല്ലേ നാദാ. ഈമാനോടെ തഖ്വയോടെ അല്ല കാണുന്നുണ്ട്, അല്ല നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തില് മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരിലേക്ക്, സ്വഹാബത്തിലേക്ക്, ഇമാമീങ്ങളിലേക്ക്, ഔലിയാക്കന്മാരിലേക്ക്, ആലിമീങ്ങളിലേക്ക്, സ്വാലിഹീങ്ങളിലേക്ക്, സർവോപരി നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട് ഏതേത് മക്ബറകളിൽ ആരെല്ലാം അന്തിയുറങ്ങുന്നുണ്ടോ അവരുടെയൊക്കെ ഖബറിലേക്ക് നിയത്താക്കി ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇലാ ഹളറത്തി റൂഹി നബിയിനാ വഹാദീനാ വമുൻജീനാ വമുർഷിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വശുഹദാഇ വസിദ്ദീഖീന വസ്സാലിഹീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മമാര് ഉപ്പമാര് വല്ലുപ്പ വല്ലുമ്മമാര് അമ്മാവന്മാര് അമ്മായിമാര് എളാപ്പ മൂത്താപ്പമാര് അല്ലാഹുവേ ഭാര്യ വഴിക്ക് ഭർത്താവിന്റെ വഴിക്ക് വല്ലുപ്പ വഴിക്ക് വല്ലുമ്മ വഴിക്ക് പലരും മരണപ്പെട്ട ഖബറിലുണ്ടല്ലാ. അവരുടെ ഖബറിലേക്ക് മജ്ലിസിന്റെ വെളിച്ചത്തെ കാണിക്കണേ അല്ലാ. മജ്ലിസിന്റെ വെളിച്ചത്തെ കാണിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള അല്ലാഹുവേ വല്ല ഇടങ്ങേറും ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മുത്തുമോമിനിങ്ങളെ ഇനി നിങ്ങൾ എൻ്റെ കൂടെ നല്ല നീയത്തിലായി നല്ല തഖ്വയിലായി നല്ല ഇഖ്ലാസിലായി ആരംഭപ്പൂവായ ചൊല്ലണം. മുത്ത് റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലുകയാണ്. മദീനയിലെത്തണമെന്ന് ആഗ്രഹമുള്ളവരാരൊക്കെയാണ്? മദീനയിലെത്തണമെന്നുള്ള പൂതി മനസ്സിൻ്റെ ഉള്ളിൽ ആരുടെയൊക്കെയുണ്ട്? മുഅ്മിനീങ്ങളെ നല്ല നീയത്തോടെ നിങ്ങളെല്ലാവരും മദീനയിലെ നേതാവിനെ എൻ്റെ കൂടെയൊന്ന് വിളിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ
മീലാദ് വന്നേത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നേത്തി ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് മൽജാവ മൻജാവ മുർതാഹൽ മുസ്താഖി ഹിബ്ബ സഖലൈനി അജ്മല ഖൈറൽ ഫാരിഖൈനി ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ത്വാഹ വ യാസീൻ വ ഹമീം നബിയുന ഉൻസുൽ ഗാരിബീന അബ്യള മൗല സ്വാലിഹീന ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് صلي وسلم عليه يا ربنا أزكى الصلاة الله أدب ما نحمد يا الله ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ഹുബ്ബൻ വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ ജിനാക സ്വല്ലല്ലാഹു അലൈക സല്ലമ നൂറല്ലാഹ് ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് നർജു സഅദാതി മഹ്വ ശഖാവാതി യാ ഖൈറ റസൂലില്ലാഹ് അലൈക ദായിമൻ സ്വല്ലല്ലാഹ് ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് യാ റബ്ബി സല്ലിംനാ ബിഹഖി സയ്യിദിനാ ത്വാഹ റസൂലില്ലാഹ് അഷ്റഫിൽ ഖൽഖി റസൂലില്ലാഹ് ചൊല്ല് ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ആതീനാ ചൊല്ല് ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ആതീനാ ആമീൻ യാ റബ്ബനാ റബ്ബൽ ആലമീന സിദ് ലനാ ഹുബ്ബനാ ഇലൈഹി യാ റബ്ബനാ ആതീനാ ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് അല്ലാഹ് മുത്ത് റസൂലുള്ളാഹിന്റെ തിരുനോട്ടം നമ്മുടെ സദസ്സിൽ നൽകട്ടെ. ആമീൻ പറഞ്ഞു. ആമീൻ. ഉറക്കൻ ആമീൻ പറയും. ആമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു മുത്ത് റസൂലുള്ളാഹിന്റെ മദദ് നമുക്കൊക്കെ നൽകട്ടെ. അൽഹംദുലില്ലാ. നമ്മുടെ ചെറിയ മക്കളെയൊക്കെ, നമ്മുടെ മക്കളെ, നമ്മുടെ വീട്ടിലുള്ള മക്കളെയൊക്കെ മൗലിദ് ചൊല്ലാനും അതുപോലെ ആമീൻ പറയാനും ഇതുപോലുള്ള മജ്ലിസുകൾ കേൾപ്പിക്കാനൊക്കെ നമ്മൾ മുതിരണം, നമ്മൾ ഒരുങ്ങണം. നമ്മുടെ മക്കൾ റസൂലുള്ളാഹിനെ പഠിച്ച് റസൂലുള്ളാഹിനെ അറിഞ്ഞ് റസൂലുള്ളാഹിന്റെ ആശിക്യങ്ങളായി വളരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഞാൻ കാട്ടുന്ന പോലെ കൈകൊണ്ട് ഇവിടെ കാട്ടുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ തിരുനോട്ടം കിട്ടുന്ന ആളുകളായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു നന്നാക്കട്ടെ. ഇത് എൻ്റെ അമ്മായിയുടെ ചെറിയ മോനാണ്. അള്ളാഹ് അവരുടെ വാപ്പ സഖാഫിയാണ്, നിയാസ് സഖാഫി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജോലിയിലും അവർ ചെയ്യുന്ന ബിസിനസ്സിലും അവരെ വാപ്പ, ഉമ്മ, കൂടപ്പറപ്പിങ്ങൾ, അവരെ പെങ്ങന്മാർ, അവരുടെ എല്ലാത്തിലും അള്ളാഹ് മക്കളിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. ഞങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു നന്നാക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ റസൂലുള്ളാഹിന്റെ മൗലിദ് ചൊല്ലിയാണ്. നമ്മൾ 3-ാമത്തെ ഹിക്കായത്ത് മൗലിദ് ചൊല്ലിയതാണ്. ഇന്ന് 4-ാമത്തെ ഹിക്കായത്താണ് നമുക്ക് ചൊല്ലാനുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
എല്ലാവരും മുടങ്ങാതെ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ മൗലിദ് ചൊല്ലുമെന്ന് എന്നോട് പറഞ്ഞ കുറേ ആളുകളുണ്ട്. ആരും മുടക്കിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك قال سميته محمدا اللهم صل وسلم وبارك عليه فقالوا قد رغبت عن أسماء آبائك قال أردت أن يحمده من على الغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الضحى في ذلك السعد فلما كان وقت ظهور أسراره وإشراق القول بأنواره فبينما آمنة رضي الله عنها في بيتها وحيدا مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والحور وحفت حجرتها أنواع الطيور وهي تسمع لازدهامهم واحتفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسا صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم إن بيتا أنت ساكنه ليس محتاجا إلى سرج صل رب العالمين على سيد الكونين وسرج وجهك الوضاح حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين وسرج ومريضا أنت زائره قد أتاه الله بالفرج فزمن قد كنت بغيته وسما في أرفع الدرج صل رب العالمين على سيد الكونين والسرج صل رب العالمين على سيد الكونين والسرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج أنت منجينا من الحرق من لهيب النار والأجد صل رب العالمين على سيد الكونين وسرج ذنبنا ما حيل يمنعنا من ظروف الدمع والعجد حبكم في قلبنا محو من رئين الذنب والحرج صل رب العالمين على سيد الكونين والسرج إننا نرجو لشافعنا لصلاح الدين والنهج وهو نجانا من البلوى طيبه في العالم الأرج ربي وارزقنا زيارته قبل قبض الروح والخرج صل يا ربي على الهادي لسبيل الحق والفرج صل
صل رب العالمين على سيد الكونين وسرجه صلاة وتسليم أزكى تحيتي على المصطفى صلوا عليه വസല്ലിമോ. അല്ലാഹുവേ ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ സദസ്സിന് നീ ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ മുത്ത് റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട്, പുന്നാര ഹബീബിന്റെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. എല്ലാ കടങ്ങളും വീട്ടിത്തരണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകണേ അല്ലാ. ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വയോടെ മുഅ്മിനീങ്ങളെ ഇനി മദീനയിലെ നേതാവിന്റെ പുന്നാരപ്പൂമോള് ഫാത്തിമ, പുന്നാര ഹബീബിന്റെ പൂമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചൊല്ലി പഠിപ്പിച്ചു തന്നൊരു സ്വലാത്തുണ്ട് കേട്ടോ. ഹബീബിന്റെ മോളുടെ സ്വലാത്തുണ്ട് കേട്ടോ. ഹബീബിന്റെ മോളെയാണ് നൂറുൽ ഹുദാ കുടുംബത്തിലെ പ്രിയമുള്ള ഉമ്മമാരെ നമ്മളൊക്കെ റോൾ മോഡലാക്കേണ്ടത്. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയാണ് നമ്മളൊക്കെ റോൾ മോഡലാക്കേണ്ടത്. അല്ലാഹുവേ അവിടുത്തെ ജീവിതം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പുന്നാരപ്പുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ സ്വലാത്ത് നൂറുൽ ഹുദാ കുടുംബം മറക്കാതെ ചൊല്ലാറുണ്ട് നാദാ. ഹബീബിന്റെ കാവല് നൽകണേ അല്ലാ. ഹബീബിന്റെ മോളെ തിരുനോട്ടം കൊണ്ട് നൂറുൽ ഹുദാ മജ്ലിസിനെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ഇനി നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ് മദീനയിലെ നേതാവിലേക്ക്. ഇനി നമ്മൾ മദീനയിലെ നേതാവിലേക്ക് സ്വലാത്ത് ചൊല്ലുകയാണ്. ചാടിക്കളിച്ചു ചൊല്ലിയാലും, തലകുത്തി നിന്ന് ചൊല്ലിയാലും, ചിരിച്ചുകൊണ്ട് ചൊല്ലിയാലും, കരഞ്ഞുകൊണ്ട് ചൊല്ലിയാലും, എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലം ലഭിക്കുന്ന അമലാണ് മുത്ത് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. നൂറുൽ ഹുദാ കുടുംബങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. നൂറുൽ ഹുദാ കുടുംബങ്ങളെ രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായ സ്വലാത്തിനെ ഞാനും നിങ്ങളും കാണേണ്ടതുണ്ട് കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനേ ഞാൻ ചൊല്ലുന്നുണ്ട്, പോരാ പോരാ എൻ്റെ കൂടെയുള്ള എല്ലാവരും ചൊല്ലണം, എൻ്റെ വീട്ടിലുള്ളവർ ചൊല്ലണം. ഖൂ അൻഫുസക്കും, പരിശുദ്ധമായ ഖുർആൻ എന്തേ നമ്മളോട് പറഞ്ഞത്? ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ. ഖൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം. അവിടെ നിർത്തിയില്ല. വഅഹ്ലീകും നാറാ, നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്ത് സംരക്ഷിക്കുന്നവരായി മാറണം. അതുകൊണ്ട് ഈമാനുള്ള ഉമ്മമാരെ നിങ്ങൾ മക്കളെ കൊണ്ട് സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലിപ്പിക്കണം. അവർ പഠിക്കാനിരിക്കുന്ന സമയത്തല്ല സ്വലാത്ത് ചൊല്ലിപ്പിക്കേണ്ടത്. അവർ വെറുതെ ഇരിക്കുമ്പോ മുഅ്മിനീങ്ങളെ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കണം. എത്ര നല്ല നല്ല സ്വലാത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, എത്ര സ്വലാത്ത് എൻ്റെ മക്കള് നിങ്ങളുടെ മക്കള് ചൊല്ലും. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. സ്വലാത്തിലൂടെ ഞങ്ങളെ മക്കളെ ജീവിപ്പിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾ ചൊല്ല് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 33 തവണ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, 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 അല്ലാഹുമ്മ
صل على النور واهله اللهم 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 صل على النور واهله ചൊല്ല് മദീനയിലേക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ കബൂലാക്കണേ അല്ലാ ഏറ്റെടുക്കണേ അല്ലാ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ നിലാവ് പുന്നാര ഹബീബിന്റെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പുന്നാര ഹബീബിന്റെ ജനനം നടന്ന സുന്ദരമായ മാസത്തിലാണ്. ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ കാരണം ഹബീബാണ്. റമദാൻ കിട്ടാൻ കാരണം ഹബീബാണ്. ഇവിടെ ഏതെല്ലാം നല്ല ദിവസങ്ങളുണ്ടോ, രാവുകളുണ്ടോ, പവിത്രമാക്കപ്പെട്ട സമയങ്ങളുണ്ടോ, അതെല്ലാം ഹബീബിലൂടെ കിട്ടിയതാണ്. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയേ നബിയേ അങ്ങയെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഞാൻ പടക്കുമായിരുന്നില്ല. അല്ലാഹ് പറയുകയാണ് മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഹബീബിനോടുള്ള മഹബ്ബത്ത് വേണം. ഹബീബിനോടുള്ള മഹബ്ബത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. ധാരാളം സ്വലാത്ത് ചൊല്ലണം, ധാരാളം സ്വലാത്ത് ചൊല്ലിപ്പിക്കണം. അല്ലാഹുവേ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിന്റെ ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിന്റെ ആശിഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലുന്നത് ഒരു 11 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അല്ലാ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി പല തെറ്റുകളും വന്നുപോയല്ലാ, മനസ്സിനെ പിടിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് റഹ്മാനെ പല തെറ്റുകളിലും പോയി ചാടുന്നത്. ഖേദമുണ്ടല്ലാ, ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഒരുപാട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി ഞങ്ങൾ പറയുകയാണല്ലാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം. നീ ഞങ്ങൾക്ക് മാപ്പ് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ പരിഗണിക്കാൻ, ഞങ്ങളെ ഏറ്റെടുക്കാൻ പിന്നെ വേറെ ആരുണ്ട്? ഒരാളുമില്ലല്ലോ റഹ്മാനെ. നീയാണ് ഞങ്ങൾ അടക്കി ഭരിക്കുന്നവൻ, നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. ഏകനായ നിലക്ക് അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ റബ്ബേ, ഞങ്ങളെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാ, ഞങ്ങളെ സകല പാപങ്ങളും പുറത്തു തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ, എല്ലാവരും നല്ല നിയ്യത്തോടെ 11 തവണ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. മാതാപിതാക്കളുമായി വന്നുപോയ തെറ്റുകൾ പൊറുക്കണേ അല്ലാഹ്. ഉസ്താദുമാരുമായി വന്നതിൽ അല്ലാഹുവേ പുറത്തു തരണേ അല്ലാഹ്. നാട്ടുകാരുമായി വന്നതിൽ പൊറുക്കണേ അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടു പുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. നൂറുൽ ഹുദാ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുകയാണല്ലാ. അല്ലാഹുവേ വേറെ ഒരാളെ ഞങ്ങളെ മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ നീ ഞങ്ങളെ ദുആ സ്വീകരിക്കൂല എന്നുള്ള ബോധം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരാളോടും വെറുപ്പ് നൽകല്ലേ അല്ലാ. ഞങ്ങളോട് മറ്റുള്ള ആളുകൾ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വെച്ച് നടക്കുന്ന സാഹചര്യം നൽകല്ലേ അല്ലാ. എപ്പോഴും നല്ല മനസ്സോടിരിക്കാൻ ഹാപ്പിയായ മൈൻഡോടിരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള മുത്തഖീങ്ങളായ ഉപ്പമാരെ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ അസ്മാഉൽ ഹുസ്ന 5 പ്രാവശ്യം ചൊല്ലണം. എത്ര പ്രാവശ്യം ചൊല്ലണ്ട അസ്മാഉൽ ഹുസ്ന? എത്ര പ്രാവശ്യം ചൊല്ലണം? 5 അല്ലേ? എത്ര? 5 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. നമ്മളെല്ലാവരും ചൊല്ലണം പറഞ്ഞു. മാഷാ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അസ്മാഉൽ ഹുസ്ന അത് നിന്റെ നാമങ്ങളാണ്. അത് നിന്റെ നാമങ്ങളാണ് പടച്ച റബ്ബേ. അത് മനസ്സറിഞ്ഞ് ചൊല്ലാൻ, നിന്നെ മനസ്സറിഞ്ഞ് വിളിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മനസ്സറിഞ്ഞ് നിന്നെ വിളിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ എന്തേ പറഞ്ഞത്? എന്താ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ വിളിക്ക്. അല്ലാഹ് പറയാണ്, നിങ്ങൾ എന്നെ വിളിക്ക്. നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം. അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹ് പറയാണ്. എന്താ അല്ലാഹ് പറഞ്ഞ്? നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അപ്പൊ നമ്മളെല്ലാവരും അള്ളാനെ ഓർക്കാണ് അല്ലേ? അള്ളാഹുവിനെ ഓർക്കുകയാണ്. അള്ളാഹ് നമ്മളെ ഓർക്കണം. അതിനു വേണ്ടിയിട്ട് മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂടിയ നമ്മളൊക്കെ അള്ളാഹ് ഓർക്കണം. അതിനു വേണ്ടി എല്ലാവരും അള്ളാനെ ഓർക്കാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. രോഗങ്ങൾ മാറണമെന്ന് നിയത്ത് വെച്ചോ. എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതൊക്കെ മാറിക്കിട്ടണം. ഉറക്കമെന്നുണ്ടോ? മെച്ചെടുത്ത് വേണോ? അവിടെ ഇരുന്നോളി. അൽഹംദുലില്ലാ. എന്തൊക്കെ രോഗങ്ങളുണ്ടോ അത് മാറിക്കിട്ടണമെന്ന് നീയത്ത് വെച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലതീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസ് യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു
വാഹിദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദി യാ അല്ലാഹ് യാ മുഈദ് യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീത് യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂം യാ അല്ലാഹ് യാ വാജിദ് യാ അല്ലാഹ് യാ മാജിദ് യാ അല്ലാഹ് യാ വാഹിദ് യാ അല്ലാഹ് യാ അഹദ് യാ അല്ലാഹ് യാ സമദ് യാ അല്ലാഹ് യാ ഖാദിർ യാ അല്ലാഹ് യാ മുഖ്തദിർ യാ അല്ലാഹ് യാ മുഖദ്ദിം യാ അല്ലാഹ് യാ മുഅഖിർ യാ അല്ലാഹ് യാ അവ്വൽ യാ അല്ലാഹ് യാ ആഖിർ യാ അല്ലാഹ് യാ ളാഹിർ യാ അല്ലാഹ് യാ ബാത്തിൻ യാ അല്ലാഹ് യാ വലി യാ അല്ലാഹ് യാ മുതഅലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബ് യാ അല്ലാഹ് യാ മുൻതഖിം യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിത് യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റശീദ് യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മുഅ്മിനീങ്ങൾ ചൊല്ലുക അൽഹംദുലില്ലാ 11 തവണ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹ് തന്നിട്ടുണ്ട്. അല്ലാഹ് ഞങ്ങൾ പലപ്പോഴും അത് ഓർക്കാറില്ല. അല്ലാഹ് നീ തന്ന അനുഗ്രഹങ്ങൾ ഓർക്കാറില്ല. അല്ലാഹുവേ ഓർക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. പറഞ്ഞേ അൽഹംദുലില്ലാ 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 ثم الحمدلله يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അല്ലാഹുവേ ഈമാൻ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്. കൈകളെല്ലാവരും ഉയർത്തിപ്പിടിക്ക്. നൂറുൽ ഹുദാ കുടുംബങ്ങൾ എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്ക്. എല്ലാവരും ഇങ്ങനെ പിടിക്കും. ഞാൻ പിടിക്കാൻ പറ്റും. എല്ലാവരും പിടിക്കും. നിങ്ങൾ പറഞ്ഞോണ്ട് എല്ലാവരും പിടിക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞങ്ങളെല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കും. എന്നിട്ട് എൻ്റെ കൂടെ ചൊല്ലും യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് മാറാ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ട്യൂമറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹ് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ് തുടങ്ങിയ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അസ്മാഉൽ ഹുസ്നന്റെ പവർ കൊണ്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ്. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി എന്ത് ചെയ്യുമെന്നറിയാതെ, ഇനി എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്നു നിന്റെ നാമങ്ങൾ 99 നാമങ്ങൾ രണ്ടാമത്തെ തവണ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിയ്യത്താക്ക് ചൊല്ല്. തലയിൽ തട്ടടാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? പല ആളുകൾക്കും മജ്ലിസിൽക്ക് ഉറക്കം വരാന്നാ പറയുന്നത്. ഉമ്മുക്കുൽസുമ്മ വീട്ടിൽ വന്നു. ഒരു 3-4 ഉമ്മമാര്, പ്രായമുള്ള ഉമ്മമാര്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ. ഉമ്മുക്കുൽസുമ്മ എന്ന് പറയുന്ന അവർക്ക് മജ്ലിസ് കേൾക്കുമ്പോൾ ഉറക്കം വരും. നടന്നിട്ടാ തരം മജ്ലിസ് കേൾക്കാൻ. ഉമ്മുക്കുൽസുമ്മ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. ആരും ഉറങ്ങല്ലിട്ടാ. തലയിൽ തട്ടിട്ട് നല്ല അതബിൽ അച്ചടക്കത്. രോഗം, ബുദ്ധിമുട്ടും വാർദ്ധക്യമായ സഹജമായ അസുഖമുള്ളവരൊക്കെ വേഗം പോയി കിടക്കുക.
അതുപോലെ കുട്ടികളൊക്കെ ചെറിയ മക്കളെ പിന്നെ അവർക്ക് നാളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് സ്കൂൾക്ക് പോകാത്ത ആളാണ്, ഇത്രയും നേരം കടന്നുറങ്ങി. അതുകൊണ്ട് മൂപ്പർക്ക് കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു കോട്ടുവായൊക്കെ വരുന്നുണ്ട്. അപ്പൊ നല്ല അച്ചടക്കത്തിൽ നല്ല ഇഖ്ലാസോടങ്ങൾ എല്ലാവരും മജ്‌ലിസിൽ ഇരിക്കണം. നമ്മളെ മക്കളെയൊക്കെ പിടിച്ചിരുത്തണം. മൗലിദിന്റെ മാസമാണ്, മൗലിദ് ചൊല്ലി നമ്മളെ മക്കളെ പഠിപ്പിക്കണം. രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടണം. ആ നിയ്യത്ത് വെച്ച് എല്ലാവരും ചൊല്ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ലി എല്ലാവരും അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. കൈകൾ ഉയർത്തിപ്പിടിക്കുക. അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ ബിന്നൂബാ ബിഅസ്മാഇകൽ ഹുസ്നാ انصرنا يا الله عجلنا بالفتح يا الله يا الله. ആൾക്ക് ഉറക്കം വന്നു. ഇപ്പൊ എൻ്റെ മടിയിലിരുന്ന കുട്ടി, എൻ്റെ അമ്മായിയുടെ മോന്, രണ്ടാളുകളെ അനുകരിക്കാറില്ല. ഒന്ന് എന്നെയും ഒന്ന് എൻ്റെ വാപ്പാനെയും. എന്നെ എങ്ങനെ അനുകരിക്കുക? ഞാനിങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു മൊബൈൽ ഫോൺ മുമ്പിലും കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് മുപ്പര് ഒരു വലിയ കെട്ടിട്ട് മുപ്പര് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒച്ചടും. പിന്നെ ഒന്ന് എൻ്റെ വാപ്പാനെ. അതെങ്ങനെ അനുകരിക്കുക? കട്ടിലിൻ്റെ മേലെ കയറി നിൽക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു തോട്ടി എടുത്തിട്ട് കട്ടിലിൻ്റെ പുറത്തേക്ക് ഇടും. അതെന്താ? മീൻ പിടിക്കാണ്. വാപ്പാക്ക് മീൻ പിടിക്കണം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെ രണ്ടാളെയും അനുകരിക്കുന്ന ഒരു സ്വഭാവമുള്ള കുട്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്.
ഇനി നിങ്ങളെല്ലാവരും നല്ല നിയ്യത്തോടുകൂടെ മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന നല്ല റാഹത്തോടുകൂടെ, ഉമ്മമാരൊക്കെ നല്ല നിയത്തിലാ, തലയിൽ തട്ടൊക്കെ ഇട്ട് നല്ല ഒതുക്കത്തോടെ, അനാവശ്യമായ ശബ്ദങ്ങളോ ഭർത്താവിന് ഇഷ്ടമല്ലാതെ ആരും മജ്‌ലിസിൽ ഇരിക്കണ്ട കേട്ടോ. ഭർത്താവ് പിന്നെ കടന്നുറങ്ങാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇത് കജ്ജട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും അവരെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. ഭർത്താവിൻ്റെ അനുസരണയോടുകൂടെ ആയിരിക്കണം നിങ്ങൾ മജ്‌ലിസിൽ ഇരിക്കേണ്ടത്. അതുപോലെ ഭാര്യയും വെറുപ്പിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോടുകൂടെ എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും മജ്‌ലിസ് കാണുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയണം, അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഷാദ് ഖാൻ്റെ ബാപ്പാൻ്റെ 40 നാളെ. അങ്ങനെ പലരും പല വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ, അള്ളാഹു ഹാസിലാക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ അള്ളാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ. നാളെ യതീംഖാനയിലേക്ക് ഭക്ഷണം ഏറ്റവരുണ്ട്. നാളത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അൽഹംദുലില്ലാഹ്. ഉസ്താദിൻ്റെ കുട്ടിയാണോ? ഉസ്താദിൻ്റെ കുട്ടിയല്ല, ഉസ്താദിന് കല്യാണം കഴിഞ്ഞാലല്ലേ കുട്ടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഇണകളെ നൽകി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നല്ല റാഹത്തുള്ള നമ്മളെ കുടുംബത്തിനും നമുക്കൊക്കെ ഇണങ്ങിയ നല്ല പറ്റിയ ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലന്റെ ഉമ്മമാരെ, മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം. നിയ്യത്ത് വെച്ചോ, മക്കൾ നേരാകണം, പേരക്കുട്ടികൾ നേരാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله
അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹ് പടച്ച റബ്ബേ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ നേരാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നേരാക്കണേ അല്ലാ. അല്ലാഹുവേ ദുസ്വഭാവമുള്ള മക്കളെ, ലഹരികൾക്കടിമപ്പെട്ട മക്കളെ, അല്ലാഹുവേ എപ്പോഴും കള്ളു കുടിച്ച് വീട്ടിൽ 4 കാലിൽ കയറി വന്ന് ബാപ്പയെ ഉമ്മയെ അല്ലാഹുവേ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ, പിഞ്ചോമന മക്കളെ അല്ലാഹുവേ അടിക്കുന്ന സ്വഭാവമുള്ള എത്രയോ ദുസ്വഭാവമുള്ള അല്ലാഹുവേ ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്. നന്നാക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ. ആമീൻ പറ. കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മയക്കുമരുന്ന് പോലെ, MDM പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള മാരകമായ ലഹരികൾ കടിമപ്പെട്ട് എന്താണ് ആരോടാണ് പറയുന്നത് ഒരു നിശ്ചയമില്ലാതെ പെരുമാറുന്ന തോന്നിവാസികളായ മക്കളെ നേരാക്കണേ അല്ലാ. അങ്ങനെയുള്ള ഞങ്ങളെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ നേരാക്കണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ കൊണ്ട് ദീനിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും എല്ലാം വലിയ ഉപകാരം നൽകണേ അല്ലാ. ആ നിലക്ക് മക്കളെ വളർത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് തലകുനിക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. മക്കളെ ഓർക്കുമ്പോ, മക്കളെ കുറിച്ച് പറയുമ്പോ എപ്പോഴും മാതാപിതാക്കൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ മനസ്സ് നന്നായിരിക്കണം, മനസ്സ് നന്നായിരിക്കണം. നല്ല മനസ്സുള്ള ആളുകളുടെ മക്കള് നാശത്തിൽ പോകൂല. മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും. ഒരാൾ നേരാകുമ്പോ അവിടെ കണ്ണുകടിയും, ഒരാൾ നേരാകുമ്പോ അവിടെ അസൂയയും വെച്ച് പക വെച്ച് മനസ്സിന്റെ ഉള്ളിൽ നിറച്ച് വിഷം കൊണ്ട് നടക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, മക്കള് നേരാകണമെന്ന് നിങ്ങളെ കൈ അല്ലാഹുവിലേക്ക് ഉയർത്തി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. മക്കള് നേരാകണോ? ആദ്യം നമ്മുടെ സ്വഭാവം ശരിയാകണം, മനസ്സ് നന്നാകണം. നല്ല മനസ്സുള്ളവരുടെ മക്കള് നേരാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ല് ഉമ്മമാരെ, നാലാമത്തെ അസ്മാഉൽ ഹുസ്ന, നാലാമത്തെ അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവേ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്തത്, വളരെ രഹസ്യമായി ഞങ്ങൾ കൊണ്ട് നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാണ്? നീ നേടിത്തരണേ അല്ലാ, നീ സാധിപ്പിച്ചു തരണേ അല്ലാ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ചൊല്ല് ഉമ്മമാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീത്ത് യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസ് യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു
സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബ് യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫ്വു യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റശീദ് യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചൊല്ല് അൽഹംദുലില്ലാ 11 തവണ മനസ്സറിഞ്ഞ് ചൊല്ലി അൽഹംദുലില്ലാ 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 സുമ്മ അൽഹംദുലില്ലാ. തന്നതിലും തരാനിരിക്കുന്നതിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. 5ാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലാണ്. അതിനു മുമ്പ് കൈകൾ ഉയർത്തിപ്പിടിക്ക്. എല്ലാവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കുക. യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർഹനാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ എല്ലാവരും ഇനി നല്ല നിയ്യത്തോടെ അതബോടെ അച്ചടക്കത്തോടെ 5ാമത്തെ അസ്മാഉൽ ഹുസ്ന ആ വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈയുണ്ടല്ലോ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്ക്, ആ മനസ്സിനോട് ചേർത്ത് പിടിക്ക്. എന്നിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല് 5ാമത്തെ അല്ലാഹുവിൻ്റെ നാമങ്ങള്. അല്ലാഹ്, ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, കൂടപ്പറപ്പീങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്, നൂറുൽ ഹുദാ കുടുംബത്തിലുണ്ട്. അല്ലാഹ് ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. നിയ്യത്താക്ക് ഉള്ള ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നഷ്ടപ്പെട്ട് അല്ലാഹുവേ നല്ല അഭിവൃദ്ധി ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഒരു രക്ഷയുമില്ല, ഒരു മാർഗവുമില്ല, ഒരു നിലക്കും രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കാണുന്നില്ല. വളരെയേറെ വിഷമം നിറഞ്ഞവരുണ്ട്. നീനും നാടിനും കുടുംബത്തിനും വലിയ ഉപകാരപ്രദമായ പലർക്കും ഇന്ന് ബിസിനസ് തകർച്ച കാരണം, ജോലിയിലെ അല്ലാഹുവേ ബുദ്ധിമുട്ട് കാരണം വലിയ പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിയ്യത്താക്ക് 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 ഉമ്മമാരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. യാ അല്ലാഹ് മെഡിക്കൽ ശരിയാകണം, വിദേശത്ത് പോകണം, വിദേശത്ത് റൂമിലിരിക്കുന്നവന്റെ എല്ലാവരുടെ കാര്യം ശരിയാകണം. നിയ്യത്താക്ക് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീം يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محيي يا
يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ല് അൽഹംദുലില്ലാ, ചൊല്ല് അൽഹംദുലില്ലാ 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 സുമ്മ അൽഹംദുലില്ലാ. സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. കൈയൊഴിയല്ല നാദാ. യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ മിൻ വാബാ. യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ ബിന്നൂബാ ബി അസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പടച്ച റബ്ബേ, നിന്റെ നാമങ്ങൾ ചൊല്ലിയത് വെറുതെയാക്കല്ലേ അല്ലാ, ഒരു പ്രഹസനമാക്കല്ലേ അല്ലാ, ഒരു സമയം കളയലാക്കല്ലേ അല്ലാ. ഒരു വശം തളർന്ന് കടന്ന് മജ്ലിസിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരുണ്ട്, തളർന്ന് കടന്ന് ആ കിടപ്പിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരുണ്ട്. ഒരാളെപ്പോലും വെറുതെയാക്കല്ല നാഥാ, ഒരാളെപ്പോലും വെറുതെയാക്കല്ല നാഥാ, ഒരാളെപ്പോലും വെറുതെയാക്കല്ല നാഥാ. മൗലിദിന്റെ മാസത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും മുടങ്ങാതെ മൗലിദ് ചൊല്ലണം. നമ്മുടെ റബീഉൽ അവ്വലിലെ മജ്ലിസ് റബീഉൽ അവ്വൽ 27, അതായത് 20-ാം തീയതി, വരുന്ന 20-ാം തീയതി നടക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ വേണം. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഉഷാറായി നമ്മൾ നടത്തിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഒന്നും കൂടെ ഉഷാറായി നടത്തണമെന്ന ആഗ്രഹമുണ്ട്. മൗലിദിന്റെ സദസ്സല്ലേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടണം. ഹബീബായ മുത്ത് റസൂലുള്ളാഹിന്റെ മൗലിദ് അത് വെറുതെയാകൂല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്താ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്താ? മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. മൗലിദിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു ദിർഹം സംഭാവന ചെയ്താൽ, ഒരു ദിർഹം ഒരാൾ കൊടുത്താൽ, കാന റഫീഖി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിട്ടുണ്ടാകുമെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിഅമത്തുൽ കുബ്ര എന്ന കിതാബിൽ ഇബ്നു ഹജർ തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളാണ്, വെറുതെ പറയുന്നതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, മൻ അള്ളമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരാൾ മൗലിദിനെ ബഹുമാനിച്ചാൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, അവൻ ദീനുൽ ഇസ്ലാമിനെ ഹയാത്താക്കി, സജീവമാക്കി എന്ന് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാ, മൻ അൻഫഖ ദിർഹമൻ, ഒരാൾ ഒരു ദിർഹം മൗലിദിന് വേണ്ടി ചെലവഴിച്ചാൽ, അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മൗലിദിന് വേണ്ടി ഒരു ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ, ഫകഅന്നമാ ശഹിദ ഗസ്വത ബദരിൻ വഹുനൈൻ, അവൻ ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് പോരാടിയവനെ പോലെയാണ്. പറയുന്നതാരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പോരാ അലിയാർ തങ്ങൾ പറയുകയാ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ 4ാമത്തെ ഭരണാധികാരി സയ്യിദുനാ അലിയുൻ കറമല്ലാഹു വജ്ഹഹു. അവിടുന്ന് പറയുകയാ, മൻ അല്ലമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മൗലിദിനെ ബഹുമാനിച്ചു,
ബഹുമാനിച്ചു. ഒരാൾ മൗലിദിനെ ബഹുമാനിക്കുകയും വകാന സബബൻ ലിഖിറാഅതിഹി അവൻ കാരണം വേറെ ചില ആളുകൾ മൗലിദ് ഓതുകയും ചെയ്താൽ ലാ യഖ്റുജു മിനദ് ദുനിയാ ലാ യഖ്റുജു മിനദ് ദുനിയാ ഈ ദുനിയാവിൽ നിന്ന് അവൻ പുറപ്പെടൂല ഇല്ലാ ബിൽ ഈമാൻ ഈമാൻ കൊണ്ടല്ലാതെ ഈമാനില്ലാതെ അവൻ ഇവിടുന്ന് യാത്ര പോകുകയില്ല. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ് പോരാ മോനെ നാളെ സിറാത്ത് വാല ഉണ്ടല്ലോ, മഹ്ശറ ഉണ്ടല്ലോ, മീസാൻ ഉണ്ടല്ലോ. അവിടെ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടല്ലോ. അതിൽപ്പെട്ട ഒരു ഘട്ടമാണ് ഹിസാബ്, ചോദ്യോത്തരം. നമ്മൾ ഈ ദുനിയാവിൽ കാട്ടിക്കൂട്ടി എല്ലാ കാര്യങ്ങളും എണ്ണി നമ്മളോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് മൗലിദിനെ ബഹുമാനിച്ച് അവൻ കാരണം വേറെ ചില ആളുകളെ മൗലിദ് ഓതുകയും കൂടെ ചെയ്താൽ വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ് അവൻ ഹിസാബില്ലാതെ ചോദ്യം ചോദിക്കലില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞതാരാ? അലിയുൻ കറമല്ലാഹു വജ്ഹഹു. ആത്മസൂരികളിൽ വളരെ പ്രധാനപ്പെട്ട മഹാനല്ലേ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ. എന്തേ മൗലിദിനെ കുറിച്ച് പറഞ്ഞത്? പഠിച്ചു വെച്ചോ. മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്ന സദസ്സിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ വഅല്ലമ ഖദറഹു അതിന് കൊടുക്കുക പരിഗണന കൊടുത്താൽ, നിങ്ങൾ ലൈവിലിരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ മൗലിദ് ചെല്ലുന്നുണ്ട്, ആ കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം ശരീരത്തോടൊന്ന് ചോദിച്ചു നോക്ക്. ആ തങ്ങളതായിരുന്നു ചൊല്ലുന്നു, കൂടെ ഞാനൊന്ന് ചൊല്ലാം. ആ നിലക്കല്ല മുഅ്മിനീങ്ങളെ, ഇത് റസൂലുള്ളാഹിനെ പറ്റിയാണ്, മുത്തനബിന്റെ മഹത്വമാണ്, മുത്തനബിനെ പാടലാണ്, മുത്തനബിനെ പുകഴ്ത്തലാണ് എന്ന് മനസ്സിലാക്കി അതിന് കൊടുക്കേണ്ട പവർ കൊടുത്തുകൊണ്ട് ഒരാൾ മൗലിദ് ചൊല്ലിക്കഴിഞ്ഞാൽ മോനെ ഫഖദ് ഫാസ ബിൽ ഈമാൻ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹ് തന്ന വലിയൊരു നിധിയാണ്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴയല്ല, ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന പുല്ലല്ല, കളച്ചെടുക്കുന്നതോ പറിച്ചെടുക്കുന്നതോ തൂക്കി വാങ്ങുന്നതോ ആയ വസ്തുവല്ല. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹ് തന്ന നിധിയാണ്. ആ ബോധം നമുക്ക് വേണം. അല്ലാഹ് ഈമാൻ കൊണ്ട് വിജയിക്കാനുള്ള മാർഗമാണ് മൗലിദിനെ ബഹുമാനിക്കല്, മൗലിദ് സദസ്സിൽ പങ്കെടുക്കല്. തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ 70ഓളം ബദരീങ്ങളുമായി സമ്പർക്കം ചെലുത്താൻ ഭാഗ്യം സിദ്ധിച്ച ഹസനുൽ ബസരി തങ്ങൾ മൗലിദിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ലൗ കാന ലീ മിസ്ലു ജബലി ഉഹുദിൻ ദഹബാ ഉഹദ് പർവതം പോലെ എൻ്റെ അടുക്കൽ സ്വർണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്ക്. ഉഹദ് പർവതം പോലെ സ്വർണ്ണ നാണയങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവനും ഞാൻ ചിലവഴിക്കുമായിരുന്നു. അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിന് വേണ്ടി അത് മുഴുവനും ഞാൻ ചിലവഴിക്കുമെന്ന് പറഞ്ഞതാരാ? ഹസനുൽ ബസരി. മുഅ്മിനീങ്ങളെ പഠിച്ചു വെച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ മൗലിദ് നല്ല റാഹത്തില് നമ്മൾ നൂറുൽ ഹുദാ കുടുംബം നടത്തുന്ന ആ പരിപാടി അതിൽ നിങ്ങൾ എല്ലാവരും സംബന്ധിക്കണം, എല്ലാവരും അതിൽ പങ്കെടുക്കണം. കഴിവിന്റെ പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ അതിൽ വരണം. ആ മജ്ലിസ് വിജയിപ്പിക്കാനുള്ള എല്ലാ നിലക്കും എൻ്റെ കൂടെ നിങ്ങൾ പങ്കെടുക്കണം. എല്ലാ നിലക്കും എൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിന്ന് തരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒത്തുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല റാഹത്തുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ ആ മജ്ലിസ് ഇപ്പൊ യൂട്യൂബിൽ കിടപ്പുണ്ടാവും, നിങ്ങൾ എല്ലാവരും അത് കാണണം. അതിനേക്കാൾ വിപുലമായി കഴിഞ്ഞ പ്രാവശ്യം 600-700 ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും കുറെ ആളുകൾ കിട്ടിയിട്ടില്ല എന്നുള്ള വിഷം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം വരുന്ന എല്ലാവർക്കും നമുക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മുടെ മഹല്ലത്തിന്റെ കീഴിലായിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അള്ളാഹു പങ്കെടുക്കാനും അത് വിജയിപ്പിക്കാനും റസൂലുള്ളാഹിനെ പാടാനും പറയാനും റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഏറ്റുവാങ്ങാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തു മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ ഹളറത്തിലേക്ക് എൻ്റെ ഉസ്താദ് പറഞ്ഞതാ, തങ്ങളെ ഞങ്ങൾ ലൈവ് നിർത്തതിന് മുമ്പ് ഒരു 3 നാരിയത്ത് സ്വലാത്ത് മുത്തുനബിയിലേക്ക് ചൊല്ലണം. ചൊല്ലുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام
بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك പടച്ച റബ്ബേ ഞങ്ങളുടെ ചൊല്ലിയ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഹബീബിന്റെ മദദ് നൽകണേ അല്ലാഹ് ഹബീബിന്റെ സഹായം നൽകണേ അല്ലാഹ് ഹബീബിന്റെ തിരുനോട്ടം കൊണ്ട് നൂറുൽ ഹുദാ കുടുംബത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഇനി രണ്ട് കൈകളും ഉയർത്തിപ്പിടിക്കൊഴുതൂനി അസ്തജിബ് ലക്കും നിങ്ങൾ എന്നോട് ദുആ ചെയ്യ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്ക് അല്ലാഹുവേ ഞങ്ങളെ കൈകൾ നിന്നിലേക്ക് ഉയർത്തുകയാണ് നീ താഴ്ത്തിക്കളയല്ലേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈത്തിഹി വസഹ്ബിഹി വസല്ലിം സലാത്തൻ തുർദീക വതുർദീഹി വതർളാ ബിഹാ അന്നാ യാ അർഹമർ റഹീമീൻ അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റബ്ബായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ നീ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ് ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാഹ് കൂട്ടുകുടുംബങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ് ഞങ്ങളെ ഇഷ്ടജനങ്ങളായിട്ട് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നീ പൊറുക്കണേ അല്ലാഹ് നൂറുൽ ഹുദാ കുടുംബത്തിന് പൊറുക്കണേ അല്ലാഹ് നൂറുൽ ഹുദാ കുടുംബത്തിന്റെ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ് ഇതിൽ നിർവഹിച്ച അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ് അതിൽ വന്നുപോയ ന്യൂനതകൾ പോരായ്മകൾ കുറ്റങ്ങൾ കുറവുകൾ അപാകതകൾ എല്ലാം പരിഹരിച്ച് പുന്നാര ഹബീബിലേക്ക് കാണിക്കണേ അല്ലാഹ് ഹബീബിന്റെ ഉമ്മാമമാര് ഉപ്പ ഉപ്പാപ്പമാര് ഭാര്യ സന്താനങ്ങൾ പേരമക്കൾ മഹാന്മാരായ സ്വഹാബത്തെ കിറാം നീ ആദരിച്ച ബഹുമാനിച്ച മഹാന്മാർ മഹദിമാർ മഹത്തുക്കളായ ബദരീങ്ങൾ 14 ശുഹദാക്കൾ ഉഹദീങ്ങൾ ഹംസത്തുൽ കറാർ തങ്ങൾ ഈ മാസം അനുസ്മരിക്കപ്പെടുന്നവർ അല്ലാഹ് മഹാനായ പള്ളിപ്പടിയുപ്പാപ്പന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട വെല്ലുപ്പ സീരിക്കോയ തങ്ങള് അവരുടെ ഉപ്പ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ അങ്ങനെ ഹൈദറൂസ് കബീലയിലുള്ള ഉപ്പാപ്പമാര് അല്ലാഹ് അവരുടെ ഹളറാത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവരെ കാവല് നൽകണേ അല്ലാഹ് അവരെ കാവല് നൽകണേ അല്ലാഹ് അവരെ കാവല് നൽകണേ അല്ലാഹ് പടച്ച റബ്ബേ ഒരുപാട് രോഗങ്ങളുണ്ടല്ലാ രോഗങ്ങൾ കാരണം വലയുകയാണ് പല കുടുംബങ്ങൾ നൂറുൽ ഹുദാ കുടുംബത്തിൽപ്പെട്ട പലർക്കും പലവിധ മാരകമായ രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടിലാണ് റഹ്മാനെ രോഗം തന്നത് നീയാണ് അതിന്റെ ശിഫാ നിന്റെ കയ്യിലാണ് ഷാഫിയായ കാഫിയായ മുആഫിയായ റബ്ബേ അജ്ലായ ശിഫാ നൽകണേ അല്ലാഹ് കാമിലായ ശിഫാ നൽകണേ അല്ലാഹ് താങ്ങാൻ കഴിയാത്ത രോഗം നൽകല്ലേ അല്ലാഹ് ചികിത്സിക്കാൻ പണം തികയാതെ വരുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ് പടച്ച റബ്ബേ നിന്നോടല്ലാതെ ഞങ്ങൾ വേറെ ആരോട് പറയാനാണ് അല്ലാഹുവേ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ ഷുഗർ പ്രഷർ അതുപോലെ അല്ലാഹുവേ ബ്ലോക്ക് സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് കാൽപാദം മുതൽ മൂർധാവ് വരെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ വേദനകളുണ്ടോ എല്ലാം നീ കാണുന്നതാണ് അല്ലാഹുവേ നിസ്കരിക്കാൻ പറ്റാത്ത നിലക്ക് വേദനയാണ് അല്ലാഹുവേ സുജൂദിൽ പോകാൻ കഴിയുന്നില്ല റുക്കൂഇൽ പോകാൻ കഴിയുന്നില്ല എന്നിങ്ങനെ വിഷമം പറഞ്ഞ പല ഉമ്മമാരുമുണ്ട് റബ്ബേ എല്ലാവർക്കും ശിഫാ നൽകണേ അല്ലാഹ് എല്ലാവർക്കും അജ്ലായ കമിലായ തമ്മായ ശിഫാ നൽകണേ അല്ലാഹ് കടങ്ങളുണ്ട് റബ്ബേ സാമ്പത്തികമായ ബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളെ സദസ്സിൽ പങ്കെടുക്കാറുണ്ട് വിഷമത്തോടുകൂടെ ദുആ കൊണ്ട് അറിയിക്കാറുണ്ട് അല്ലാഹ് മക്കളെ പഠിപ്പിക്കാൻ മക്കളെ കെട്ടിച്ചു വിടാൻ വീട് നിർമ്മിക്കാൻ രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണല്ലാ ആ പണമെല്ലാം തിരികെ കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് നിന്റെ ഖജനാവ് എത്ര എടുത്താലും തീരാത്തതാണല്ലോ റഹ്മാനെ മാലിക്കുൽ മുലൂക്കായ റബ്ബേ എത്ര എടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ ആവശ്യമുള്ളത്
ആവശ്യമുള്ള സമയത്ത് തന്ന് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. സാമ്പത്തിക ബാധ്യതകൾ ബാക്കി വെച്ച് മരിക്കേണ്ട ദാരുണമായ അവസ്ഥ നൽകല്ലേ അല്ലാ. ഞങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വെച്ച് ഞങ്ങളങ്ങ് മരണപ്പെട്ടു പോയി. ഞങ്ങളെ വീട്ടിലുള്ളവര്, ഭാര്യമാര്, മാതാപിതാക്കള്, മക്കള്, ഞങ്ങൾ വരുത്തി വെച്ച ബാധ്യതകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നൽകല്ലേ അല്ലാ. കൊടുക്കാനുള്ളത് കൊടുക്കാനും കിട്ടാനുള്ളത് കൈവശത്തിലെത്താനും എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ. എല്ലാ വഴികളും നീ തുറന്നു തരണേ അല്ലാ. മല പോലെ വരുന്ന മുസീബത്ത് മഞ്ഞു പോലെയാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്ത് രക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ അറിയുന്നവനാണ് നീ. ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. പെടുന്നതിനുള്ള മരണങ്ങൾ നൽകല്ലേ അല്ലാ. ആര് ഞങ്ങളെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും തരം താഴ്ത്തിയാലും അല്ലാഹുവേ, നീ ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ. നീ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. നീ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. ഒരൊറ്റ വഖത്ത് പോലും മുടങ്ങാതെ കൃത്യമായി പങ്കെടുക്കുന്ന, നിസ്കരിക്കുന്ന ഉമ്മമാര് സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. തഹജ്ജുദ് അല്ലാഹുവേ കൃത്യമായി നിർവഹിക്കുന്നവർ, ളുഹ നിസ്കരിക്കുന്നവർ, റവാത്തിബ് സുന്നത്തുകൾ ജീവിതത്തിൽ ഒരൊറ്റ റക്അത്ത് പോലും അല്ലാഹുവേ മുടക്കാതെ നിസ്കരിക്കുന്നവർ ഈ സദസ്സിൽ ആമീൻ പറയുന്നുണ്ട്. ഒരാളുടെ ആമീനിനെ നീ സ്വീകരിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ റഹ്മാനെ. ഞങ്ങളെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാ. ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളുടെ ഭൗതികമായ ആത്മീയമായ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹുവേ, ഉന്നതിയിൽ നിന്ന് ഉന്നതികളിലേക്ക് ഞങ്ങളെ മക്കളെ എത്തിക്കണേ അല്ലാ. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുമ്പോൾ മാർക്കില്ലാത്ത സാഹചര്യം നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, വർഷങ്ങളോളം പഠിച്ചിട്ട് പഠനം കഴിഞ്ഞ് പൂർത്തിയാക്കി അല്ലാഹുവേ ഡിഗ്രിയും വാങ്ങി പുറത്തിറങ്ങി അല്ലാഹുവേ ആ പഠിച്ച ജോലി അന്വേഷിച്ചിട്ട് ഒരു നിലക്കും അത് കിട്ടുന്നില്ല എന്ന് വിഷമം പറഞ്ഞ് എത്രയോ മക്കളുണ്ട്. അല്ലാ, വലിയ പ്രതീക്ഷയോടെ പഠിപ്പിച്ചതാണ് റഹ്മാനെ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. ജോലി ആവശ്യമായി വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് എളുപ്പമാക്കണേ അല്ലാ. മെഡിക്കൽ പോലെയുള്ള കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാ. വിദേശത്ത് പോയി വിസിറ്റിംഗ് വിസ എടുത്ത് പോയിട്ട് ജോലിക്ക് വേണ്ടി പോയതാണ്. അല്ലാഹുവേ, റൂമിലിരിക്കേണ്ടി വരുന്ന സാഹചര്യം പലരിലും കണ്ടുവരുന്നുണ്ട്. ദുആ കൊണ്ടറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ഖൈറായ ജോലി നൽകണേ അല്ലാ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. എത്ര പണിയെടുത്താലും അല്ലാഹുവേ, കുടുംബത്തിന് വേണ്ടി പണിയെടുത്താലും മടുപ്പ് നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബം പട്ടിണി കിടക്കേണ്ട ഗതികേടിലേക്ക് ഒരാളെ നീ എത്തിക്കല്ല നാഥാ. പടച്ച റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക് റബ്ബേ. നീ തന്ന മക്കളെയൊക്കെ നന്നാക്കി തരണേ അല്ലാ. ലഹരികൾ കടിമപ്പെട്ട് മാതാപിതാക്കളെ ധിക്കരിച്ച് നാട്ടിലെ മുഴുവനും നാണം കെടുത്തി കുടുംബത്തിന്റെ ഇസ്സത്ത്, മാതാപിതാക്കളെ ഇസ്സത്ത് കാറ്റിൽ പറത്തുന്ന മക്കളുണ്ട്. നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ആ നിലക്ക് എത്തിക്കല്ല നാഥാ. ആ നിലക്ക് ഞങ്ങളെ മക്കളെ ആക്കി കളയല്ലേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, വിവാഹപ്രായമെത്തിയ ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. അനുയോജ്യരായ ഇണകളെ, ദീനീപരമായി ജീവിക്കുന്ന മക്കളെ അല്ലാഹുവേ, കുടുംബത്തിനിണങ്ങുന്ന അല്ലാഹുവേ, കുടുംബം കയറി വന്നതോടുകൂടെ തെറ്റിക്കുന്ന മക്കളല്ല, കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, കുടുംബത്തിന്റെ ഇസ്സത്തും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന, ഒത്തൊരുമയുള്ള കൂട്ടിപ്പിടുത്തമുള്ള നല്ല ഇണകളെ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, നീ തന്ന ഇണകളെ ആ നിലക്ക് നീ കബൂലാക്കണേ അല്ലാ.
മദീന കാണണമെന്ന് ആഗ്രഹം മനസ്സിലേറി നടക്കുന്ന എത്ര ഉമ്മമാരാ പടച്ച റബ്ബേ മദീന കാണിച്ചു കൊടുക്കണേ അല്ലാ. ആ ഖുബ്ബത്തുൽ ഖദറായി കണ്ണിറയെ കാണാൻ നഗ്നമായ നയനങ്ങൾ കൊണ്ട് ഖുബ്ബത്തുൽ ഖദറായി കണ്ട് പുന്നാര ഹബീബിനോട് സലാം പറയാൻ റൗളാ ശരീഫിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് മനം നിറയെ പറയാ. ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഞങ്ങൾ നീറിക്കൊണ്ടിരിക്കുന്നവര് ഹബീബിന്റെ കാൽപാദങ്ങളിൽ ചെന്ന് അല്ലാഹുവേ മനസ്സ് നിറയെ പറയാൻ ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഒരു ഹജ്ജ് ചെയ്യണം, അതിന് പണമില്ല, തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ ഉമ്മമാരുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ പൂതി വെച്ചിട്ടാണ് റഹ്മാനെ അല്ലാഹുവേ കുടുംബത്തിലുള്ളവര് ഹജ്ജിന് പോകുന്നുണ്ട്, നാട്ടിലുള്ളവര് ഹജ്ജിന് പോകുന്നുണ്ട്, കൂട്ടുകാരി ഹജ്ജിന് പോകുന്നുണ്ട്, കൂട്ടുകാരികളെ ഹജ്ജിന് പോകുന്നുണ്ട്. എന്റെയും മനസ്സിൽ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ എത്രയോ ഈമാനുള്ള ഉമ്മമാരുണ്ട്. സാധിപ്പിക്കണേ അല്ലാ, നീയാണല്ലോ വലിയവൻ, നീയാണല്ലോ വലിയവൻ. അതിനുള്ള എല്ലാ സമ്പാദ്യങ്ങളും ഞങ്ങളെ കരങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് പലരും പലപ്പോഴായി മരണപ്പെട്ട് പല മക്ബറകളിലും പള്ളിക്കാടുകളിലും അന്തിയുറങ്ങുന്നുണ്ട്. അല്ലാഹുവേ പള്ളിക്കാട്ടിലെ മുൾച്ചെടികൾക്കിടയിൽ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടമുള്ള സ്നേഹമുള്ള പലരും അന്തിയിറങ്ങുന്നുണ്ട്. മുത്തം തന്ന മുഖങ്ങളാണല്ലോ, അവരെ ഞങ്ങൾ ഓർക്കുകയാണ് റഹ്മാനെ. അവരെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചം വലിയ പ്രകാശമായി നീ എത്തിച്ചു കൊടുക്കുക അല്ലാ. ഖബറിൽ ആരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാ മണ്ണറ മണിയറയാക്കണേ അല്ലാ. മരിച്ച് ഖബറിലെത്തുമ്പോ മലായികത്ത് ഞങ്ങളെ സവിധത്തിൽ വന്ന് പറയണം, നംക നൗമത്തിൽ അറൂസ്, പുതുമാരൻ ഉറങ്ങുന്നത് പോലെ, പുതുമാരി ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോന്ന് മലായികത്ത് വന്ന് പറയുന്ന നല്ല ഖബറാളികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഖബറിന്റെ ഭീതിജനകമായ അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ ഖബറാളികളെ കാക്കണേ അല്ലാ. ജീവിതമാണ്, മനുഷ്യനാണ്, മനുഷ്യ സഹജമായി പല തെറ്റുകളും വന്നു പോയിട്ടുണ്ട്, വന്നു പോയേക്കാം. അല്ലാഹുവേ ഇന്നി അനൽ ഗഫൂറുർ റഹീം, വല്ലാതെ പുറത്തു കൊടുക്കാൻ കഴിവുള്ള, വല്ലാതെ ദയാലുവായ കൃപയുള്ള നാഥാ, ഞങ്ങളെ ഖബറാളികൾക്ക് ഖബറിലെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വർഗീയ ആരാമങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണപാനീയങ്ങളെ കൊണ്ട്, വസ്ത്രങ്ങളെ കൊണ്ട്, അല്ലാ വിരിപ്പ് കൊണ്ട്, കൂട്ടുകാരന്മാരെ നൽകി, കൂട്ടുകാരികളെ നൽകി ഖബറ് വെളിച്ചമാക്കി സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ച് ഖബറിലെത്തേണ്ടവരാണ്. ആ ഒരു ബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു റഹ്മാനെ. അല്ലാഹുവേ ഖബറെന്ന ചിന്ത നൽകണേ അല്ലാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അല്ലാഹുവേ ഖബറിന്റെ കൂരിരുളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഖബറിന്റെ കൂരിരുളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാ. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ വിട്ടുകടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പുന്നാര ഹബീബിന്റെ ആ തിരുകരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ മതിവരുവോളം വാങ്ങിച്ചു കുടിക്കല് വലിയ ഭാഗ്യമാണല്ലോ റഹ്മാനെ. ആ ഭാഗ്യത്തിന് ഞങ്ങളെല്ലാവരെയും നീ തുണക്കണേ അല്ലാ, വിധി കൂട്ടണേ അല്ലാ. മരിക്കുന്ന നേരം ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. നാര ഹബീബിന്റെ പൂമുഖം കണ്ട് മനാമിൽ കണ്ട് 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 മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിലെ പലരും വലിയ രോഗത്തിന് അടിമപ്പെട്ട് പ്രയാസത്തിലാണ്. അല്ലാഹുവേ അഡ്മിനായ ഷീജ ഷാജഹാൻ എന്ന് പറയുന്ന ഉമ്മ 3-4 ദിവസമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ധൈര്യം പകർന്നു തരുന്നവരാണല്ലാ, ഞങ്ങളുടെ ധൈര്യമാണല്ലാ. അവരെ നീ കടത്തിക്കളയല്ലേ അല്ലാ. അവരെ പോലെയുള്ളവരെ നീ പരീക്ഷിക്കല്ല നാഥാ. അവരെ മക്കള് അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാ. അവരുടെ മകന്റെ സർജറിയാണ് റഹ്മാനെ, അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ പൂർത്തീകരിക്കാനും നല്ല നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കാൻ
വിളിക്കാനും അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. പലരും പല വിഷമങ്ങൾ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചവരെ നിനക്കറിയാം, ഈ കമന്റിൽ അറിയിച്ച് ദുആ കൊണ്ട് അറിയിക്കുന്നവരെ നിനക്കറിയാം, വാട്സപ്പിൽ എഴുതി അറിയിച്ചവരെ നിനക്കറിയാം. എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, വിളിക്കാൻ അറിയാതെ, മെസ്സേജ് അയക്കാൻ അറിയാതെ, കമന്റ് എഴുതി അറിയിക്കാൻ അറിയാത്ത ധാരാളം ഉമ്മമാര് മജ്‌ലിസ് കാണുന്നുണ്ട്. അല്ലാഹുവേ, തളർന്ന് കടന്ന് മജ്‌ലിസ് കാണുന്നവരുണ്ട് റഹ്മാനേ. അവർക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. افتح لنا أبواب رحمتك يا أرحم الراحمين ببركة صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد والآل والأصحاب سلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ സദസ്സ് 20-ാം തീയതി നടക്കുന്ന ആ കാര്യങ്ങൾ ആരും മറന്നു പോകാൻ പാടില്ല, എല്ലാവരുടെ ശ്രദ്ധയിലും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.